അയോധ്യയിൽ രാഷ്ട്രീയ രാമനെ പ്രതിഷ്ഠിക്കുന്ന കോലാഹലമായിരുന്നു കഴിഞ്ഞുപോയത്. ആലയവും ആലംബവുമില്ലാതിരുന്ന രാമനെ അയോധ്യയിൽ കുടിയിരുത്തി എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാദം. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുഖ്യ യജമാനനായി പ്രധാനമന്ത്രിയെ നിശ്ചയിച്ചതോടെ ലക്ഷ്യം വ്യക്തം. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് അയോധ്യയിൽ തുടക്കം കുറിച്ചത്. മറ്റൊരു മതസ്ഥരുടെ ആരാധനാലയം തകർത്ത് രാജ്യമാകെ കലാപത്തിനും രക്തച്ചൊരിച്ചിലിനും ഇടയാക്കിയ ആരാധനാലയ തർക്കത്തിന് ഇതോടെ വിരാമമാകുമോ? എങ്കിൽ ആശ്വസിക്കാം. ഇല്ലെന്നാണ് കാശിയിൽ നിന്നും മധുരയിൽ നിന്നും എത്തുന്ന വാർത്തകൾ തെളിയിക്കുന്നത്. ശരി, കാണാം പ്രധാനമന്ത്രി മോദിയുടെ അയോധ്യയിലെ രാഷ്ട്രീയ നാടകം ബാലെ. आज हमारे राम आ गए हैं। राम हरे जय राम हरे जय राम हरे जय राम हरे. അവിരാമ കളേബര കാന്തിയുമായി പുകളേറുമയോധ്യയിൽ വാണഭയം തരുമാറു നിറഞ്ഞ മനസ്സധിപൻ രഘുരാമ നരോത്തമ രാമ ഹരേ. राम हरे जय राम हरे जय राम हरे जय राम हरे. राम भारत की आस्था है, राम भारत का आधार है, राम भारत का विचार है, राम भारत का विधान है, राम भारत की चेतना है, राम भारत का चिंतन है, राम भारत की प्रतिष्ठा है, राम भारत का प्रताप है, राम प्रवाह है, राम प्रभाव है, राम नेति भी है, राम नीति भी है. വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകം എഴുതിയ ശശി തരൂരിന് ലേശം ശങ്കയുണ്ടോ എന്ന് സംശയം. പ്രാണപ്രതിഷ്ഠാ ദിവസം രാംലല്ലയുടെ ചിത്രം പങ്കുവച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്തെ രാമഭക്തരുടെ വോട്ട് കിട്ടുമോ എന്ന ശങ്കയായിരിക്കണം. എന്നാൽ സംഘപരിവാറുകാർ അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യമായ ജയ് ശ്രീറാം വിളിക്കാനും വയ്യ. സീതയെയും രാമനെയും പ്രകീർത്തിക്കുന്ന സീതാറാം വിളിയോടെയാണ് തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തിരുവനന്തപുരത്ത് ആളുകൾ തരൂരിന് വോട്ട് ചെയ്യുന്നത് തരൂരിൻ്റെ ഭക്തിയോ വിഭക്തിയോ നോക്കിയിട്ടല്ലെന്ന് തരൂർ മനസ്സിലാക്കണം. തരൂരിന് ഇളകിയാട്ടം എന്ന ആക്ഷേപം ഉയർത്തുന്നു CPM-കാരും SFI-ക്കാരും. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന തിരുവനന്തപുരം MP ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിനുള്ള ഐക്യദാർഢ്യമാണ് നമ്മൾ കണ്ടത്. അത് കേവലം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റല്ല, ഈ രാഷ്ട്രീയത്തോടുള്ള ഐക്യദാർഢ്യമാണ്. കോൺഗ്രസ്സുകാർ രാമനെ BJPക്ക് വിട്ടുകൊടുക്കണം, ഇതാണോ നിങ്ങളുടെ ആഗ്രഹം? അത് ഞാൻ ഒരിക്കലും ചെയ്യാൻ തയ്യാറല്ല. അത് മാത്രമല്ല, എൻ്റെ പാർട്ടിയുടെ ഒരു ഭൂരിപക്ഷ വ്യക്തികൾ അത് വിട്ടുകൊടുക്കില്ല. രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഹിന്ദുവും ഒരു BJP-കാരനാണോ? ഇതാണ് ചോദ്യം. എൻ്റെ അഭിപ്രായത്തിലല്ല, അത് അവരാഗ്രഹമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ പലവരും രാമവിശ്വാസികളുണ്ട്. മതപരമായ വിശ്വാസം ആർക്കും ആവാം, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. ക്ഷേത്രത്തിൽ ആര് പോകുന്നതിനും ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി എതിരല്ലല്ലോ. ഒരു ക്ഷേത്രത്തിൽ പോകുന്നതിനും ഒരു പള്ളിയിൽ പോകുന്നതിനും ഒരു ആരാധനാക്രമത്തിനും ഞങ്ങൾ ആരും എതിരല്ല. കേരളത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, കേരളത്തിൽ സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിക്കണം ഇന്നലെ എന്നുള്ളതായിരുന്നു. കേരളത്തിൽ UDF ആയിരുന്നു ഇപ്പോൾ ഭരിച്ചിരുന്നെങ്കിൽ ഒരാഴ്ചയായിരിക്കും ചിലപ്പോൾ അവധി. ഇങ്ങനെയാണോ മതസാഹോദര്യത്തിന് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമെന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി നിലപാട് സ്വീകരിക്കേണ്ടത്? പല ദൈവവിശ്വാസികളുണ്ട് എല്ലാ പാർട്ടികളിലും. പക്ഷേ എൻ്റെ പാർട്ടിയിൽ ഉള്ള ഹിന്ദു രാം ഭക്തന്മാർ നാളെയോ മറ്റന്നാൾ അയോധ്യ പോയാൽ വേറെ ആർക്കും മുറിവ് കൊടുക്കാനല്ല, അവർക്ക് അവരുടെ ഭക്തി കാണിക്കാൻ മാത്രം.
ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടിയെ നയിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയുടെ രാഷ്ട്രീയത്തെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന നിരവധി സ്ലീപ്പിംഗ് ഏജൻറ്റുമാർ കോൺഗ്രസ്സിലുണ്ട് എന്ന് സൂചിപ്പിച്ചത് ശരിവെക്കുന്ന ഇത്തരം നിലപാടുകൾ ഇപ്പോൾ സ്ലീപ്പർ ഏജൻറ്റ് പരസ്യ ഏജൻറ്റായി മാറിയിരിക്കുന്നു, സ്ലീപ്പർ ഏജൻറ്റ് കർസേവ് ഏജൻറ്റായി മാറിയിരിക്കുന്നു. അതാണ് പ്രത്യേകത. ഞാൻ എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു ഹിന്ദിയിലെ ഒരു വാചകം, സിയാവർ രാമചന്ദ്ര കി ജയ്. रघुपति राघव राजा राम पतित पावन सीताराम. ഞാൻ ജയ ശ്രീരാം എന്ന് പറഞ്ഞില്ലേ, കാരണം ജയ ശ്രീരാമിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എളുപ്പത്തിൽ പറയാൻ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് സിയ എന്ന് പറഞ്ഞാൽ സീതയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്റ്റിൽ. അപ്പോൾ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ ജയ വിളിക്കുന്നത് മാത്രമാണത്. അതിൻ്റെ അർത്ഥം നമുക്ക് പല കാര്യങ്ങളും അതിൽ ആ ഒരേ സന്ദേശത്തിൽ കൊടുക്കാൻ സാധിക്കും. ഒന്ന്, രാമചന്ദ്രൻ നമ്മുടെ ഭക്തി. രണ്ടാമത്തത്, ചിലവർ ഒരു 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 മഹിള വിരുദ്ധ മൈൻഡ് സെറ്റിൽ സീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് രാമിനെ. അത് എല്ലാ ജയ ശ്രീറാം മാത്രം രാമനെ ഒറ്റയ്ക്ക് കാണുന്നത്. നേരെ മറിച്ച് നമ്മളുടെ കുറേ നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്ന പോലെ രാം രാം എന്ന് പറയുന്ന പോലെ ജയ സിയാറാം എന്നും പറയും. പലവരും സീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ അതിനും ഒരു സന്ദേശം കൊടുക്കുകയാണ്. നമ്മൾ ശരിക്ക് പണ്ടത്തെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന രാമനെയാണ് ആലോചിക്കേണ്ടത്, സീതയോടൊപ്പം നിന്ന രാമൻ. ആ സീതാറാം സിയാറാം, അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു വാക്ക് ഇറങ്ങിയത്. സീതാറാം സീതാറാം